ഈ ഇടയ്ക്ക് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. UAE-യിലുള്ളവർക്ക് മെയിനായിട്ട് ടേബിൾ ടോപ്പ് മെഷീനൊക്കെ മേടിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് സെക്കൻഡ് ഹാൻഡ് ആയിട്ട് മേടിക്കാൻ പറ്റിയ മെഷീൻസിന്റെ ഓപ്ഷൻസ് ഒക്കെ ഒന്ന് രണ്ടെണ്ണം ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വാങ്ങിയിട്ടുള്ളത് ഒരെണ്ണം ജെനോമിന്റെ മെമ്മറി ക്രാഫ്റ്റ് 6000 ആണ്. അപ്പോൾ അതിനെ പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല, ജസ്റ്റ് ചെറുതായിട്ടൊന്നും ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതിലെങ്ങനെയാണ് ത്രെഡ് ഫീഡ് ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. പിന്നെ ഇതിൽ കുറേ അഡ്വാൻസ്ഡ് സ്റ്റിച്ചസ് ഉണ്ട്. കുറേ നമുക്ക് എംബ്രോയിഡറിയിൽ തന്നെ സാധാരണ നമുക്ക് ടേബിൾ ടോപ്പിൽ വരുന്നത് ഇപ്പോൾ ഒരു പാറ്റേൺ ഉണ്ടെങ്കിൽ ആ ഒരു പാറ്റേൺ മാത്രം നമുക്ക് കണ്ടിന്യൂസ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം ഒരു ഡിസൈൻ ഇപ്പം ഒരു ഡിസൈൻ ഇങ്ങനെ ഒരു ഡിസൈൻ ആണെങ്കിൽ വേറൊരു ഫ്ലവർ വരണം, അങ്ങനെയാണെങ്കിൽ കുറച്ച് അങ്ങനെ പിന്നെ അടുത്ത് നമുക്കൊരു ഫ്ലവർ പിന്നെ അഗെയിൻ നമുക്ക് വേറൊരു ഡിസൈൻ അങ്ങനെ ആഡ് ചെയ്ത് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് ഇതിൽ. അപ്പം ഇന്ന് ഡീറ്റെയിൽ ആയിട്ടല്ല നോക്കുന്നത്, ഇന്ന് അതിന്റെ ബേസിക് ആയിട്ട് നമ്മൾ എങ്ങനെയാണ് ത്രെഡിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഈ ഒരു ഭാഗം ഇങ്ങനെ ഓപ്പൺ ആക്കി വെക്കാം. ഇതിന്റെ ഉള്ളിലായിട്ടാണ് നമ്മൾ ത്രെഡൊക്കെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ പവർ വരുന്നത് സാധാരണ ടേബിൾ ടോപ്പ് മെഷീൻസിന് വരുന്നത് പോലെ തന്നെയാണ്. റൈറ്റ് സൈഡിലായിട്ട് ഇങ്ങനെ നമുക്ക് പ്ലഗ് ഇൻ ചെയ്യാനുള്ള പവർ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു അഡീഷണൽ സ്വിച്ച് വരുന്നുണ്ട്. ഇതാണ് നമ്മൾ ഓണും ഓഫും ആക്കി കൊടുക്കേണ്ടത്. പിന്നെ നോർമൽ മെഷീൻസിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്കിങ്ങനെ ഈ സെക്കൻഡ് ഹാൻഡ് മെയ്ഡ് ഇൻ ജപ്പാൻ മെഷീൻസ് വരുമ്പോൾ നമ്മുടെ UAE-യിലൊക്കെയുള്ള ആ ഒരു പവറുമായിട്ട് ഇതിങ്ങനെ കണക്ട് ആക്കാൻ പറ്റത്തില്ല. അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഒരു അഡീഷണൽ ട്രാൻസ്ഫോമർ കൊടുക്കും. ഇതിങ്ങനെയുള്ള ടൈപ്പുള്ള ആ ഒരു പ്ലഗിനാണ് വരുന്നത്. അത് നമ്മൾ ഈ ഒരു ട്രാൻസ്ഫോമറിലോട്ട് കണക്ട് ചെയ്തിട്ട് അത് ആണ് നമ്മളിവിടെ ഈ കറണ്ടിലോട്ട് ഡയറക്റ്റ് കണക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഞാനത് ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോഴാദ്യം നമ്മുടെ ഈ ട്രാൻസ്ഫോമർ ഓൺ ആവും. അതിനുശേഷം നമ്മൾ ഇവിടെ മെഷീൻ്റെ റൈറ്റ് സൈഡിലായിട്ടുള്ള ഈ ഒരു ബട്ടൺ ഓൺ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ മെഷീൻ ഓൺ ആവും. മെഷീനിൽ ഒരു ലൈറ്റ് ഉണ്ട്, അതാണ് നമുക്ക് ഓൺ ആക്കുമ്പോഴത്തേക്ക് അതാണ് നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മെഷീൻ ഓൺ ആണ് എന്നുള്ളത്. പിന്നെ മെയിനായിട്ടൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഷീൻ ഓഫ് ആക്കുന്ന സമയത്തും ആദ്യം നമ്മൾ ഈ മെഷീനെ ഓഫ് ആക്കിയതിന് ശേഷമാണ് ട്രാൻസ്ഫോമർ ഓഫ് ആക്കേണ്ടത്. ഡയറക്റ്റ് ആയിട്ട് ട്രാൻസ്ഫോമർ അല്ല ഓഫ് ആക്കേണ്ടത്. ട്രാൻസ്ഫോമറിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാനുള്ള പവർ കേബിളും പിന്നെ നമുക്ക് ചവിട്ടാനുള്ള പെഡലിന്റെ കേബിളും ഒരേപോലെ തന്നെ ഈ ഒരു പ്ലഗിനിലേക്കാണ് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് ഇങ്ങനെ റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ നൂല് കോർക്കുന്നതൊക്കെ വളരെ സിമ്പിൾ ആണ്. ഇവിടെ ഇങ്ങനെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഭാഗം നമുക്ക് ഇങ്ങനെ ഓപ്പൺ ആക്കാം. ഇവിടെ ഇങ്ങനെ നമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട് 1 2 3 എന്ന് പറഞ്ഞിട്ട്. അതിൽ നോക്കിയിട്ട് അതേപോലെ തന്നെ നമുക്ക് നൂല് കോർക്കാവുന്നുള്ളൂ. എന്നാലും നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഞാനിതിൽ കാണിക്കുന്നുമുണ്ട്. ആദ്യമായിട്ട് ഈ മെഷീൻ യൂസ് ചെയ്യുന്നവർക്ക് ഈ പിക്ചറിൽ നോക്കുമ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ വരുന്ന ഈ ഒരു ഭാഗത്ത് മാത്രമാണ്. ഇവിടെ ഇങ്ങനെ ഒരു മെറ്റലിന്റെ ഒരു പ്ലേറ്റ് കാണുന്നുണ്ട്. അതിന്റെ റൈറ്റ് സൈഡിലൂടാണോ ലെഫ്റ്റ് സൈഡിലൂടാണോ നമ്മൾ നൂല് കോർക്കേണ്ടതെന്ന് ഒരു കൺഫ്യൂഷൻ വരും. നമ്മൾ അതിന്റെ റൈറ്റ് സൈഡിലൂടെയാണ് നൂല് കോർത്ത് വരേണ്ടത്. അത് നമ്മളിപ്പോൾ എന്തായാലും നോക്കുന്നുണ്ട് ഫുള്ളായിട്ട് തന്നെ. അപ്പോൾ ആദ്യം നമുക്ക് നൂല് എങ്ങനെയാണ് ഇടുന്നതെന്ന് നോക്കാം. ഇവിടെ ഇപ്പോൾ ഒരു ത്രെഡ് സ്പൂൾ തന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെഷീനോട് ഇപ്പോൾ 2 സ്പൂൾ വരാറുണ്ട്. ഇപ്പോൾ ഈ കാണുന്ന ഈ ഹോളില്ലേ ഇവിടെയും ഒരെണ്ണം ഇങ്ങനെ കുത്തി കൊടുക്കാവുന്നുണ്ടായിരുന്നു. പക്ഷേ ആക്ച്വലി ഇതിപ്പോൾ സെക്കൻഡ് ഹാൻഡ് ആകുമ്പോൾ ചില സമയത്ത് നമ്മൾ വാങ്ങുന്ന സമയത്ത് ചില പാർട്സ് ഒന്നും കിട്ടാറില്ല. അപ്പോൾ എനിക്ക് ഈ മെഷീൻ വാങ്ങുമ്പോൾ തന്നെ എനിക്ക് ഇതിൽ ഒരു ത്രെഡ് സ്പൂൾ മാത്രമേ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഒന്നിൻ്റെ തന്നെ ആവശ്യമുള്ളൂ. അപ്പോൾ അതിൽ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഈ ത്രെഡ് സ്പൂളിലോട്ട് ഞാനിങ്ങനെ ഈ നൂലിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം ഒരു ക്യാപ്പ് വന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഈ പിക്ചറിൽ നോക്കുകയാണെങ്കിൽ നമുക്കിപ്പം ആദ്യം മണ്ണ് എവിടെയാണ് ഇട്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബട്ടൻ്റെ അടുത്തേക്കാണ് ഇട്ടിരിക്കുന്നത്. അപ്പം നമ്മൾ നേരെ നൂല് വലിച്ചു കൊണ്ടുവന്നിട്ട് ഈ ഒരു ബട്ടൻ്റെ ഉൾഭാഗത്ത് ഇങ്ങനെ ഒരു മെറ്റൽ പോർഷൻ പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്നുണ്ട്. നമ്മൾ ഉള്ളിലേക്ക് താഴ്ത്തുന്ന അനുസരിച്ചിട്ട് ആ മെറ്റലും ബാക്കിലേക്ക് പോവും, നൂല് അകത്തേക്ക് പോയിട്ട് അവിടെ ഇങ്ങനെ സ്റ്റക്ക് ആവുകയാണ് ചെയ്യുക. അതിനുശേഷം സെക്കൻഡ് ഈ കാണുന്ന ഈ ഒരു ബട്ടണിലേക്കാണ് വരുന്നത്. അത് ജസ്റ്റ് ഇങ്ങനെ നമ്മളിങ്ങനെ ഇതിന്റെ സൈഡിലൂടെ കൊണ്ടുവന്ന് ഇങ്ങനെ താഴോട്ട് ഇറക്കിയാൽ മതി. ഈ കറുത്ത ബട്ടൺ മുകളിലോട്ടും താഴോട്ടും അനങ്ങുന്നതാണ്. അതിപ്പോൾ നമുക്ക് വേണമെങ്കിൽ മുകളിലോട്ട് ആക്കിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. വെറുതെ നമ്മളിങ്ങനെ ഒന്ന് തിരിച്ചിങ്ങനെ താഴോട്ട് കൊണ്ടുവരുമ്പോൾ തന്നെ അത് ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ഉള്ളിലേക്ക് പൊക്കോളും. ഈ കാണുന്ന പ്ലേറ്റിന്റെ റൈറ്റ് സൈഡിലൂടെയാണ് നമ്മൾ ഈ നൂല് താഴേക്ക് ഇങ്ങനെ വലിച്ചു കൊണ്ടുവരുന്നത്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നേരെ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ഒന്ന് ചുറ്റിയിട്ട് വീണ്ടും മുകളിലോട്ട് തന്നെയാണ് പോകുന്നത്. മുകളിലേക്ക് കൊണ്ടുവന്ന നൂലിനെ നമ്മൾ ഈ കാണുന്ന ത്രെഡ് ടേക്കപ്പ് ലിവറിന്റെ റൈറ്റ് സൈഡിലൂടെ ചുറ്റി പിന്നെയും താഴേക്ക് കൊണ്ടുവരിക ചെയ്യുന്നത്. ചില സമയത്ത് ഈ ത്രെഡ് ടേക്കപ്പ് ലിവർ താഴ്ന്നിട്ടാവും ഇരിക്കുന്നുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് റൈറ്റ് സൈഡിൽ ഈ ഹാൻഡ് വീൽ ഇങ്ങനെ ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അതിന്റെ പൊസിഷൻ മുകളിലോട്ടും താഴോട്ടും വരുന്നുണ്ടാവും. അപ്പോൾ അതിന്റെ ഉള്ളിലൂടെ ഇങ്ങനെ ചുറ്റി റൈറ്റ് സൈഡിലൂടെ നമ്മൾ വീണ്ടും നൂലിനെ താഴേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഇനി ഇവിടെ മുകളിലേക്ക് ഓപ്പണിംഗ് ഉള്ള ഒരു ഹൂക്ക് പോലെ ഒരു പോർഷൻ ഉണ്ട്. നമ്മൾ ഈ നൂലിനെ ഇങ്ങനെ വിരൽ കൊണ്ട് ഒന്ന് അതിൻ്റെ ഉള്ളിലേക്ക് തള്ളിക്കഴിഞ്ഞാൽ ഇത് നേരെ ആ ഒരു ഹുക്കിൻ്റെ ഉള്ളിലേക്ക് പോവും. അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്തായിട്ട് നമുക്ക് നീഡിലിന്റെ മുകൾ ഭാഗത്തായിട്ട് പിന്നെയും ഒരു ഹൂക്ക് പോലുള്ള ഒരു പോർഷൻ വരുന്നുണ്ട്. അത് നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെ നൂലൊന്ന് തള്ളിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഒന്ന് കടത്തി വിട്ടാൽ മതിയാവും. ഇനി നമുക്ക് ഈ നീഡിലിന്റെ ഫ്രണ്ടിൽ നിന്ന് ബാക്കിലോട്ടാണ് നൂല് കോർക്കേണ്ടത്. അതിനുശേഷം ഈ പ്രഷർ ഫൂട്ടിന്റെ ഇടയ്ക്കൂടെയുള്ള ഗ്യാപ്പിലൂടെ നമുക്ക് ഈ ഒരു നൂല് പിന്നിലോട്ടൊന്ന് വലിച്ചിട്ട് കൊടുക്കണം. അടുത്ത് നമുക്ക് നോക്കേണ്ടത് ബോബിനിൽ എങ്ങനെയാണ് നൂല് ചുറ്റേണ്ടതെന്നാണ്. ഇപ്പം ഇതിനകത്ത് ഓൾറെഡി നൂല് ചുറ്റിയ ഒരു ബോബിന് കിടപ്പുണ്ട്. അതെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഗ്ലാസ് ലിഡ് വെറുതെ ഇങ്ങനെ പുറത്തോട്ടൊന്ന് തള്ളിയാൽ മതി. അതിനുശേഷം നമുക്ക് ഈ ബോബിൻ ഇങ്ങനെ പുറത്തോട്ട് എടുക്കാം.
സാധാരണ ഇതിനോടൊപ്പം വരുന്നത് ഈ ഒരു ഫൈബർ ഗ്ലാസിന്റെ ടൈപ്പ് ബോബിനാണ്. പക്ഷെ എൻ്റെ അടുത്ത് ഇപ്പം ഒരു സ്പെയർ ഇരിപ്പുള്ളത് ഈ ഈ ഒരു മെഷീന് മാച്ച് ആവുന്ന ഫൈബർ ഗ്ലാസിന്റെ അല്ല. എൻ്റെ അടുത്തുള്ളത് മെറ്റലിന്റെ ഒരെണ്ണമാണ് ഇതിൽ മാച്ച് ആവുന്നതുള്ളത്. സപ്പോസ് നമ്മൾ ഈ ഒരു ഫൈബർ ഗ്ലാസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൽ ഇങ്ങനെ ഒരു ഹോളുള്ള ടൈപ്പാണ് വരാറുള്ളത്. അതിന്റെ ഈ ഒരു ഹോളിലോട്ട് നമ്മൾ ആദ്യം ഇങ്ങനെ ഒന്ന് നൂല് കോർത്തിട്ട് വേണം ഇതിന്റെ ഉള്ളിലോട്ട് ഇൻസേർട്ട് ചെയ്യേണ്ടത്. പക്ഷേ ഇത് വേറെ സൈസ് ആയത് കാരണം എനിക്ക് ഇതിലോട്ട് ഇൻസേർട്ട് ചെയ്ത് കാണിക്കാൻ പറ്റത്തില്ല. ഇതിൽ വെറുതെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്താൽ മതി. പക്ഷേ ഇതിന് മാച്ച് അല്ല. അപ്പം എൻ്റെ കയ്യിലുള്ളത് ഈ ഒരു മെറ്റൽ ടൈപ്പാണ്. അപ്പം ഞാനിപ്പോൾ അതാണ് യൂസ് ചെയ്യുന്നത്. അപ്പം അതാണെങ്കിൽ വെറുതെ ഇങ്ങനെ ഞാൻ അവിടേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഈ നൂല് 2-3 പ്രാവശ്യം വെറുതെ ഇങ്ങനെ ഒന്ന് ചുറ്റി കൊടുത്താൽ മതി. നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പോട്ട് നോക്കാം. ആദ്യമേ നമ്മൾ നേരത്തെ നൂല് കോർക്കാനിട്ട പോലെ തന്നെ ത്രെഡ് സ്പൂണിൽ നൂല് കോർത്തിട്ടുണ്ട്. അവിടുന്ന് നൂല് വലിച്ചിട്ട് ഈ ഒരു റിങ്ങിലൂടെ ഒരു ചുറ്റിയതിന് ശേഷമാണ് നമ്മളിങ്ങനെ ബോബിനിൽ ചുറ്റി കൊടുക്കേണ്ടത്. ബോബിൻ നമുക്കിങ്ങനെ കയ്യിൽ വെച്ചിട്ട് ചുറ്റിയിട്ട് ഇട്ടാലും മതി, അല്ലെങ്കിൽ ബോബിൻ ഓൾറെഡി തന്നെ അതിലോട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് താഴ്ത്തി വെച്ചിട്ട് ചുറ്റി കൊടുത്താലും മതി. ഇനി ഈ ബോബിൻ വൈൻഡർ നമ്മൾ റൈറ്റിലോട്ട് ഇങ്ങനെ ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കണം. ഇപ്പം ഇങ്ങനെ പുഷ് ചെയ്താൽ മാത്രമേ ബോബിന് വർക്ക് ചെയ്ത് തുടങ്ങുള്ളൂ. ഇപ്പം ഈ ബോബിൻ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്റ്റിച്ചിങ്ങിൻ്റെ ഈ പോർഷൻ വർക്ക് ചെയ്യില്ല. അതായത് ഈ നീഡിലും ആ ഒരു പോർഷൻ ഒന്നും വർക്ക് ചെയ്യത്തില്ല. അപ്പം നമ്മൾ തിരിച്ച് ആ ബോബിൻ വൈൻഡറിനെ റിലീസ് ചെയ്താൽ മാത്രമേ സ്റ്റിച്ചിങ്ങിൻ്റെ ഏരിയ വർക്ക് ചെയ്യുള്ളൂ. ഈ ഒരു സമയത്ത് ബോബിൻ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. അപ്പം നമ്മളെല്ലാം കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് പെഡലൊന്ന് നമ്മൾ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോഴേക്കും നമുക്ക് ഇങ്ങനെ നൂല് നന്നായിട്ട് ചുറ്റി വന്നോളും. ഓക്കെ, നമുക്ക് എന്തോരം നൂല് വേണോ അത് കഴിഞ്ഞ് ഞാൻ ഇതിനെ ഇങ്ങനെ തിരിച്ച് പഴയ പൊസിഷനിലാക്കുന്നു. ഇവിടെ നിന്ന് ഇങ്ങനെ ഊരിയെടുക്കാം. അതിനുശേഷം ഇവിടെ ഒരു കട്ടർ കൊടുത്തിട്ടുണ്ട്. ആ കട്ടറിലൂടെ നമുക്ക് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത്രേ ഉള്ളൂ, സിമ്പിൾ. ഇനി ബോബിൻ കേസിലേക്ക് ഇടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ നൂലിനെ നമ്മുടെ നേരെ ഇങ്ങനെ തന്നെ ഒന്ന് വലിച്ചു പിടിച്ചതിന് ശേഷം ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അവിടെ നമുക്ക് ബോബിന്റെ പൊസിഷൻ കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട്, അവിടേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇവിടെ നോക്കുമ്പോൾ ഒരു ചെറിയൊരു ഗ്യാപ്പ് കാണാൻ പറ്റും നമുക്ക്. ആ ഒരു ഗ്യാപ്പിലൂടെ നൂല് ഇതിന്റെ പിന്നിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ബോബിനും നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞു, മുകളിൽ നൂലും ഇട്ട് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ മെഷീൻസിലൊക്കെ റൈറ്റ് സൈഡിലുള്ള ഈ ഒരു വീൽ ഇങ്ങനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ അടിയിലുള്ള നൂല് സക്ക് ചെയ്ത് മുകളിലേക്ക് കൊണ്ടുവരാറുള്ളത്. പക്ഷേ ഈ മെഷീനിൽ ഇതിന് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു സ്വിച്ചാണ് യൂസ് ചെയ്യാറുള്ളത്. ഇപ്പം നമ്മൾ ഒരു പ്രാവശ്യം ഈ ഒരു ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ നീഡിൽ താഴേക്ക് പോയിട്ട് അടിയിലുള്ള നൂലിനെ ഒന്ന് സക്ക് ചെയ്യും. പിന്നെ ഒന്നുകൂടെ ഒന്ന് പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അതിനിങ്ങനെ നേരെ വലിച്ച് പുറത്തേക്ക് കൊണ്ടുവരും. അപ്പം നമുക്ക് 2 പ്രാവശ്യം ജസ്റ്റ് ഇവിടെ ഒന്ന് ഇങ്ങനെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബോബിനിലുള്ള നൂല് ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൻ്റെ പുറത്തേക്ക് വരുന്നുണ്ടാവും. ഇനി നമുക്ക് നോക്കേണ്ടത് ഇതിൻ്റെ സ്റ്റിച്ചസ് എങ്ങനെയാണ് ഇടുന്നതെന്നാണ്. ഇവിടെ 3 പൊസിഷനിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്വിച്ച് ഉണ്ട്. ലെഫ്റ്റിലേക്ക് എടുക്കുകയാണെങ്കിൽ ഈ ഒരു സ്പെഷ്യൽ സ്റ്റിച്ചൊക്കെ ആക്റ്റീവ് ആയിരിക്കും. സെൻറ്ററിൽ ഇടുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള നോർമൽ സ്റ്റിച്ച് പിന്നെ താഴെയുള്ള സ്പെഷ്യൽ സ്റ്റിച്ചുകൾ മാത്രമായിരിക്കും ആക്റ്റീവ് ആയിട്ടുണ്ടാവുക. അപ്പം നമ്മൾ സെൻറ്ററിലോട്ട് ആക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഏറ്റവും സിമ്പിൾ സ്റ്റിച്ചസ് മാത്രമാണ് നോക്കുന്നത്. ഇപ്പം ഇതിൽ മെയിനായിട്ട് നമ്മൾ ഈ ഒരു ആദ്യം കാണുന്ന 3 സ്റ്റിച്ചസ് ആണ് യൂസ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ സ്റ്റിച്ചാണ് നമ്മളിപ്പോൾ ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കാം. അത് സാധാരണ നോർമൽ സ്റ്റിച്ചാണ് വരുന്നത്. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നതിന് നമ്മൾ നോർമലി ചെയ്യാറുള്ളത് പോലെ തന്നെ പെഡലിൽ ഇങ്ങനെ ഒന്ന് ചവിട്ടി കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് ഓപ്ഷനാണ് നമ്മളിപ്പം ട്രൈ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ അത് ഞാനൊന്ന് കുറച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് ഓപ്ഷനാണ് ചൂസ് ചെയ്യേണ്ടതെങ്കിൽ അത് ജസ്റ്റ് പൊസിഷൻ മാറൽ മാത്രമേ ഉള്ളൂ. ഒന്നുകൂടി ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് സെക്കൻഡ് ഓപ്ഷനിലോട്ട് മാറും. അപ്പം ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടുത്തെ നീഡിലിൻ്റെ പൊസിഷൻ മാറുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ആദ്യം ഇട്ടിരുന്നത് നമ്മുടെ നീഡിൽ ഏറ്റവും ലെഫ്റ്റിൽ നിന്നും, രണ്ടാമതിട്ടത് അത് സെൻറ്ററിൽ നിന്നുമാണ് പോയിട്ടുള്ളത്. മൂന്നാമത്തെ ഓപ്ഷനിൽ സ്റ്റിച്ച് തുടങ്ങുമ്പോൾ തന്നെ ലോക്ക് ചെയ്തിട്ടാണ് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുക. ഈ റെഡ് ബട്ടണും അതേ പർപ്പസിന് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ നമ്മളിപ്പോൾ 12 യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ മെഷീൻ തന്നെ ലോക്ക് ആക്കിക്കോളും. നമ്മൾ മാനുവലായിട്ട് ഈ ഒരു റെഡ് ബട്ടൺ യൂസ് ചെയ്യേണ്ടി വരില്ല. അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നെ കാണിച്ചു തരാം. പിന്നെ നേരത്തെ ബോബിനിൽ നമ്മൾ നൂല് ചുറ്റി കഴിഞ്ഞിട്ട് നമുക്ക് കട്ട് ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇവിടെയും ഒരു ഓപ്ഷൻ ഉണ്ട്. കുറച്ചുകൂടി നമ്മളിപ്പോൾ സ്റ്റിച്ച് കഴിഞ്ഞതിന് ശേഷം എക്സ്ട്രാ സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ കുറച്ച് നീളത്തിലാക്കിയതിന് ശേഷം മുകളിലേക്ക് കൊണ്ടുവന്നിട്ട് ഈ മേളിൽ കാണുന്ന കട്ടർ വഴി നമുക്ക് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. സ്റ്റിച്ച് നോക്കുമ്പോൾ ആദ്യത്തത് 10 ആണ്. അവിടെ നീഡിൽ പൊസിഷൻ ഏറ്റവും ലെഫ്റ്റിലായിരുന്നു. 11 വന്നപ്പോഴത്തേക്ക് നീഡിലിൻ്റെ പൊസിഷൻ നടുക്കോട്ട് മാറിയിട്ടുണ്ട്. പിന്നെ 12 വന്നപ്പം അഗെയിൻ സ്റ്റിച്ചിൻ്റെ പൊസിഷൻ ലെഫ്റ്റ് തന്നെയാണ്. പക്ഷേ സ്റ്റിച്ച് തുടങ്ങുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ഇവിടെ ഇങ്ങനെ ഒരു ലോക്ക് ഇട്ടതിന് ശേഷമാണ് സ്റ്റിച്ച് തുടങ്ങിയിരിക്കുന്നത്. പിന്നെ പ്രഷർ ഫുട്ട് ഉയർത്താനും താഴ്ത്താനും നമ്മൾ ഈ ബാക്കിലുള്ള ബ്ലാക്ക് ലിവറാണ് ഉപയോഗിക്കുന്നത്. ഇപ്പം ഞാനതൊന്ന് ഉയർത്തി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് തുണി ഉള്ളിലേക്ക് വെച്ചതിന് ശേഷം പ്രഷർ ഫുട്ട് താഴ്ത്താം.
പിന്നെ ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് മാനുവലി ഈ ഒരു ലോക്ക് ചെയ്യുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. ഈ റെഡ് ബട്ടണാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. നമുക്ക് നോർമലി സ്റ്റിച്ച് തുടങ്ങുന്ന പോലെ തുടങ്ങാം. അതിനുശേഷം ഞാനിപ്പോൾ ഈ ഒരു ബട്ടണിലേക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ സ്റ്റിച്ച് പിന്നിലേക്ക് പോകും. എപ്പോഴാണോ ഞാൻ കൈ എടുക്കുന്നത് അപ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി പിന്നും അത് മുന്നോട്ട് പോകും. അങ്ങനെയാണ്. അത് നമുക്ക് തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് സിമ്പിളായിട്ട് നമുക്ക് ആ 12 എന്നുള്ള ഓപ്ഷൻ അങ്ങോട്ട് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കലായിട്ട് തന്നെ സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെ ചെയ്തോളും. അപ്പൊ ഇന്നിപ്പോ നമ്മൾ വെറുതെ സിമ്പിൾ ആയിട്ട് ഇത് മൂന്നും മാത്രമാണ് നോക്കിയത്. നെക്സ്റ്റ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇപ്പൊ ഞാൻ ഈ ഇവിടെയുള്ള ഓപ്ഷൻസ് ഒക്കെ കൂടി ആക്റ്റീവ് ആക്കി വെക്കാം. ഇതെല്ലാം ഫുൾ ആക്റ്റീവ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇപ്പം നേരത്തെ ചൂസ് ചെയ്തതാണെങ്കിൽ നമുക്ക് ഇത് വേണമെങ്കിൽ ഒരു പ്രാവശ്യം ഇത് ക്ലിക്ക് ചെയ്യുക, ഇത് വേണമെങ്കിൽ ഒന്നുകൂടി ഇത് ക്ലിക്ക് ചെയ്യുക, അങ്ങനെ ആയിരുന്നു. പക്ഷേ ഇത് നമ്മൾ ഫുള്ളായിട്ട് ആക്റ്റീവ് ആക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയല്ല യൂസ് ചെയ്യാറുള്ളത്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്പർ അനുസരിച്ചിട്ടാണ്. ഇപ്പൊ സപ്പോസ് എനിക്ക് 10 വേണമെങ്കിൽ 1 0 ഇങ്ങനെ അടിച്ചു കൊടുക്കണം, എന്നാലും ഇവിടെ 10 വരുള്ളൂ. പിന്നെ ഇപ്പൊ 12 ആണ് വേണ്ടെങ്കിൽ 1 2 ഇങ്ങനെ അടിച്ചു കൊടുക്കണം. നെക്സ്റ്റിൽ നോക്കുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് പല ഡിസൈൻസ് ആഡ് ആക്കാനും പിന്നെ സ്റ്റിച്ചിന്റെ വിഡ്ത്ത് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ ഉള്ള ഓപ്ഷൻസ് ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് ഇതൊക്കെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയണം. അതെല്ലാം കൂടി നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ.